ഹായ്, എല്ലാവർക്കും നമസ്കാരം. TBS വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നിവിടെ ചിക്കൻ വെച്ചിട്ട് ഒരു നല്ല സൂപ്പർ ഒരു സാധനം ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഒരു മീഡിയം 2 സവാള, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇത് ഞാൻ നന്നായിട്ട് മസാലയൊക്കെ കുഴച്ച് വെച്ചതാണ് കേട്ടോ ചിക്കൻ. ഇതിലേക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചതാട്ടോ. അത് കുഴച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മറ്റേ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ചിക്കൻ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം ഈ മസാലയൊക്കെ പുരട്ടി വെച്ചതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ചെറിയ തക്കാളി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ വറുത്തെടുക്കുമ്പോഴേക്കും തന്നെ ഞാൻ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുമ്പ് ചട്ടി കേട്ടോ, അത് ഇരുമ്പ് ഫ്രൈ പാനാണ്. അപ്പോൾ അതിനകത്ത് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും ഉള്ളി നമുക്ക് റെഡിയായി കിട്ടും. അപ്പം നമുക്ക് ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളി നമുക്ക് നന്നാക്കി ഇളക്കി കൊടുക്കാം. ഉള്ളി ശരിക്കും നന്നായിട്ട് വെന്ത് നല്ല ബ്രൗൺ കളർ ആവണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ട്രിപ്പ് ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഒന്നും കൂടി ആവാനുണ്ട് കേട്ടോ. ഉള്ളി നന്നായിട്ട് നല്ല ബ്രൗൺ കളറിലേക്ക് വരണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ 2 വലിയ സവാള എല്ലാം എടുത്തത് മീഡിയം. അപ്പോൾ ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് കുറച്ചായിപ്പോയി അല്ലേ. ചിക്കനിലേക്ക് അത്ര മതിയല്ലോ. പിന്നെ നമുക്കിനി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ മുളക് ഇട്ടത് കൊണ്ട് അധികം മുളക് ചേർക്കണം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇപ്പം ഞാൻ ചിക്കന് മസാല
പുരട്ടി വെച്ചപ്പോൾ സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ മസാലയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറണം കേട്ടോ. ഇതിൻ്റെ കളർ തന്നെ കുറച്ചൊരു ഡാർക്ക് കളറിലേക്ക് വരണം, മാറിയിട്ട്. അപ്പം ഇത് മസാലയൊക്കെ ഇട്ട് കഴിയുമ്പോഴേ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടേ? അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് ചില്ലി സോസും, ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം അത് നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഞാൻ ചിക്കനൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒന്ന് സെറ്റായി വരണമെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് ഇതിനെ നന്നായിട്ട് ഒന്ന് സെറ്റായിട്ട് വെള്ളം വറ്റിയിട്ട് പഴയ പടി തന്നെ വരണം. എന്നപ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെള്ളം ഒഴിച്ചു കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ ചിക്കനും മസാലയിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടൊന്ന് അതിലെ വെള്ളമൊക്കെ വറ്റി വരണം. അപ്പം നമ്മുടെ ചിക്കനിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കണം കേട്ടോ. ഈ ചിക്കൻ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് കേട്ടോ. അപ്പം നമ്മുടെ ഒരു അടാറ് ചിക്കൻ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ്റെ
ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത് കുറച്ച് സമയം ഇരുന്ന് സെറ്റ് ആവണം കേട്ടോ. പക്ഷേ ഇത് ഞങ്ങളിപ്പോൾ തന്നെ ഉണ്ടാക്കി ഇപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.